Good morning, students. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ x ക്യൂബ് പ്ലസ് 1 ബൈ x ക്യൂബ് മൈനസ് x dx. ഇത് 2020 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷൻ ചോദിച്ചതാണ്. ഇത് എങ്ങനെ ചെയ്യണം നോക്കാം. I is equal to integral x ക്യൂബ് പ്ലസ് 1. ഈ x ക്യൂബ് പ്ലസ് 1 ലെ ന്യൂമറേറ്ററിൽ നമ്മൾ ഒരു മൈനസ് x ചെയ്യുന്നു, ഒരു പ്ലസ് x ചെയ്യുന്നു. ഒരു x ആഡ് ചെയ്യുന്നു, ഒരു x സബ്സ്ട്രാക്ട് ചെയ്യുന്നു. Divided by x cube minus x into dx. ഇനി ഇതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. തിരിക്കുമ്പോൾ x cube minus x divided by x cube minus x minus plus x plus 1 divided by x cube minus x. ഇത് ക്യാൻസൽ ചെയ്തു പോകുന്നു. അപ്പൊ ഇന്റഗ്രൽ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ഇന്റഗ്രൽ 1 കിട്ടും. ഇന്റഗ്രൽ 1. അപ്പൊ ഇന്റഗ്രൽ dx plus integral ഇവിടെ x plus 1 divided by x cube minus x എങ്ങനെ എഴുതാം? x നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ x into x square minus 1 x square minus 1 dx. That is integral dx plus integral x plus 1 into dx divided by x into x minus 1 into x plus 1. ഈ x plus 1 x plus 1 കട്ട് ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? integral dx plus integral dx divided by x into x minus 1. രണ്ടാമത്തെ കേസിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. 1 by x into x minus 1 എന്നുള്ളത് എന്താണ്? a by x plus b by x minus 1. അപ്പോൾ 1 is equal to a into x minus 1 plus b into x. x ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് 1 is equal to b കിട്ടും. b യുടെ വാല്യൂ 1 കിട്ടും. x ന് നമ്മൾ 0 കൊടുക്കുമ്പോൾ 1 is equal to മൈനസ് എന്ന് കിട്ടും. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? -1. എയുടെ വാല്യൂ -1. ഇനി നമ്മളിവിടെ therefore I is equal to integral dx plus integral ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? -1 by x plus b യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 1 by x minus. ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ dx പിന്നെ ഇന്റഗ്രൽ 1 by x minus 1 minus integral 1. Integrate ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? I is equal to x minus 1 by x minus log modulus of x plus log modulus of x minus 1 plus. അപ്പോൾ നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ എത്രയാണ്? x minus log modulus of x plus log modulus of x minus 1 plus എന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇവിടെ നമ്മൾ ചെയ്ത സൂത്രം എന്താണ്? ടെക്നിക്ക് എന്താണ്? ഇവിടെ x ക്യൂബ് പ്ലസ് 1 ന്യൂമറേറ്ററിൽ ഒരു x ആഡ് ചെയ്തു, ഒരു x സബ്സ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് അതിന് രണ്ടായിട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ ട്ടോ. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തെടുക്കുക, ചെയ്ത് പഠിക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെന്ത് ചോദിച്ചാണ്? 2020 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ടൈമിൽ x ക്യൂബ് മൈനസ് x ബൈ x വെട്ടിക്കുളയുമ്പോൾ dx വരും. ഇവിടെ നമുക്ക് x സ്ക്വയർ മൈനസ് 1 നെ x മൈനസ് 1 ന്റെ x പ്ലസ് 1 ആക്കാൻ വെട്ടിക്കുളം ചെയ്യുമ്പോൾ dx ബൈ x ന്റെ x മൈനസ് 1. അപ്പോൾ ആദ്യത്തെ ഇന്റഗ്രൽ dx വരും, രണ്ടാമത്തെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ sec ക്യൂബ്ഡ് x sec ക്യൂബ്ഡ് x. ഇതെന്ത് ചോദിച്ചതാണ്? 2020 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. CBSE എക്സാമിനേഷന്
2020 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് ഇന്റഗ്രൽ sec ക്യൂബ്ഡ് x dx. നമുക്ക് ചെയ്തു നോക്കാം. ലെറ്റ് I is equal to integral sec ക്യൂബ്ഡ് x dx. ഈ sec ക്യൂബ്ഡ് x നമുക്ക് എങ്ങനെ എഴുതാം? sec x into sec square x dx. sec x into sec square x എന്ന് പറയുന്നത് എന്താണ്? sec ക്യൂബ്ഡ് x ആണ്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 1 plus tan square x എന്ന് പറഞ്ഞാൽ എന്താണ്? sec square x ആണ്. അപ്പൊ sec x ആണ് എന്തായിരിക്കും? root of 1 plus tan square x. അപ്പൊ sec x ന് പകരം നമ്മൾ എന്ത് എഴുതുന്നു? root of 1 plus tan square x into sec square x dx. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? tan x ന് നമ്മൾ u എന്ന് കൊടുക്കാം. tan x ന് u കൊടുക്കുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? sec square x dx is equal to d. ഇത് എങ്ങനെ വരും? ഇന്റഗ്രൽ root of 1 plus tan square x എന്നുള്ളത് 1 plus u square into sec square x എന്നുള്ളത് d. Integral root of 1 plus u square du, that is integral root of u square plus 1 square d. ഇവിടെ നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുല നമ്മൾ എടുക്കണം. ആ ഫോർമുല ഏതാണ്? ഇന്റഗ്രൽ root of x square plus a square dx. സ്പെഷ്യൽ ഫംഗ്ഷനിലെ ഫോർമുലയാണ്. ഇന്റഗ്രൽ root of x square plus a square dx എന്ന് പറഞ്ഞാൽ എന്താണ്? x by 2 root of x square plus a square plus x by 2 root of x square plus a square plus a square by 2 log modulus of x plus root of x square plus a square plus. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുക. ആ ഫോർമുല വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ്. ഇന്റഗ്രൽ root of x square plus a square dx എന്ന് പറഞ്ഞാൽ എന്താണ്? x by 2 root of x square plus a square by 2 log modulus of x plus root of x square plus a square plus. ഇതാണ് ആ ഫോർമുല. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? that is equal to ഇവിടെ x ന്റെ സ്ഥാനത്ത് u ആണ്, a യുടെ സ്ഥാനത്ത് 1 ആണ്. നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ u by 2 x ന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? u by 2 u by 2 then root of ഇവിടെ u square plus 1 square plus 1 by 2 into log 1 x ന്റെ സ്ഥാനത്ത് u plus root of u square plus 1 plus. ഇനി നമുക്ക് എന്ത് ചെയ്യാം? u എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ എടുത്ത tan x ആയിരുന്നു എടുത്തത്. അപ്പോൾ നമുക്ക് u is equal to tan x by 2 root of tan x by 2 root of u എന്ന് പറഞ്ഞാൽ എന്താണ്? u എന്ന് പറഞ്ഞാൽ tan x ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? എൻ്റെ അകത്തോട്ട് ഇടുമ്പോൾ ഇവിടെ 1 plus tan square x 1 plus tan square x. ഇവിടെ u square plus 1 square എന്ന് പറഞ്ഞാൽ 1 plus tan square x plus 1 by 2 log u എന്ന് പറഞ്ഞാൽ tan x ആണ് plus root of 1 plus tan square x. That is tan x by 2 1 plus tan square x എന്ന് പറഞ്ഞാൽ എന്താണ്? sec square x ആണ്. അപ്പോൾ sec square x ന്റെ റൂട്ട് എന്താണ്? ഇവിടെ നമുക്ക് sec x എന്ന് എഴുതാം. അപ്പോൾ tan x by 2 into sec x, tan x by 2 into sec x plus 1 by 2 log modulus of tan x plus ഇവിടെ നമുക്ക് എന്ത് എഴുതാം? sec x plus. ഇതിന്റെ ഫൈനൽ ആൻസർ എന്താണ്? tan x by 2 into sec x plus sec x tan x by 2 plus 1 by 2 log modulus of tan x plus sec x plus c എന്നാണ് നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ. അവസാനം കിട്ടുന്ന ആൻസർ പ്ലസ്. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? sec ക്യൂബ്ഡ് x നെ sec x into sec square x എന്ന് എഴുതി. sec ക്യൂബ്ഡ് x നെ എന്ത് എഴുതി? sec x into sec square x എന്ന് എഴുതി. എന്നിട്ട് sec x നെ നമ്മൾ എന്ത് എഴുതി? root of 1 plus tan square x. ഏത് ഫോർമുലയാണ്? 1 plus tan square x equal to sec square x. അപ്പോൾ root of 1 plus tan square x എന്താണ്? sec x ആണ്. അപ്പോൾ root of 1 plus tan square x into sec square x. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? tan x നെ u എന്ന് കൂട്ടി ചെയ്തു. tan x നെ u കൂട്ടി ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ sec square x dx is equal to du. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇന്റഗ്രൽ root of 1 plus u square du എന്ന് പറഞ്ഞാൽ u square plus 1 d.
യു സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന ഫോർമുല നമുക്കറിയാം. എന്താണ് ആ ഫോർമുല? എക്സ് ബൈ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ആ ഫോർമുലയാണ്. ആ ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു ബൈ ടു റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് വൺ ബൈ ടു ലോഗ് മോഡുലസ് ഓഫ് യു പ്ലസ് റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് യു റീപ്ലേസ് ചെയ്യുന്നു. ടാൻ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ടാൻ എക്സ് ബൈ ടു റൂട്ട് ഓഫ് വൺ പ്ലസ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് വൺ ബൈ ടു ലോഗ് മോഡുലസ് ഓഫ് ടാൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ടാൻ എക്സ് ബൈ ടു ഇൻറ്റു സീക്ക് എക്സ്. വൺ പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ആണ്. സീക്ക് സ്ക്വയർ എക്സ് റൂട്ട് എന്താണ്? സീക്ക് എക്സ് ആണ്. വൺ ബൈ ടു ലോഗ് മോഡുലസ് ഓഫ് ടാൻ എക്സ് പ്ലസ് സീക്ക് എക്സ് പ്ലസ് ഫൈനൽ ആൻസർ നമുക്ക് എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഇത് എന്ത് ചോദിച്ചാണ്? 2020 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ് കേട്ടോ. 2020 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിനേഷനിൽ കൃത്യമായിട്ട് അത് എഴുതി പിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്റ്റെപ്പ് നമുക്ക് സ്റ്റക്കായി. ഏതൊരു പ്രോബ്ലം, മാത്സിന്റെ പ്രോബ്ലം കണ്ടാലും നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ചെയ്ത് കുറെ കഴിയുമ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ശരി.